ഹലോ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് തന്നെ പാർട്ട് 2 ആണ് മധുരയിൽ പോകുന്നത്. കാരണം നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ ചെയ്യുന്നതെന്ന്. കാരണം ഇവർ പറയുന്ന എല്ലാ നുണകളും ഇതിൽ കേട്ട് റെക്കോർഡ് ചെയ്ത് ലാസ്റ്റ് വീട്ടുകാർ തമ്മിൽ അടി ഉണ്ടാവാതിരിക്കാനാണ് സത്യം പറഞ്ഞ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് നമ്മൾ ട്രെയിൻ കയറിയതിൻ്റെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത്. ഫോണെടുത്ത് വെളിയിലൊക്കെ വെച്ചു. അങ്ങനെ എവിടെ പോയാലും എനിക്ക് തിന്നുന്നത് ബെസ്റ്റാണ് കേട്ടോ. ഇതെന്തുവാണ് മറ്റെന്താ അതിൻ്റെ പേരെന്തോ ഗ്ലൂസ്ബെറി അതാ കഴിക്കുന്നത്. സോ നെല്ലിക്ക. പിന്നെ ഇവരെല്ലാവരൊക്കെ ഉണ്ട്. പിന്നെ ഉഷാമള്ളോണ്ട് സമയം പോകുന്നത് അറിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ ടൈമായി, ചോറ് കഴിക്കാൻ. അങ്ങനെ ചോറ്, പിന്നെ ട്രെയിനിൽ നിന്ന് ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര സുഖമാണ് ഗൈസ്. അതെന്ന് വെച്ചാൽ ഇത് തോരനൊക്കെ ഉണ്ടായിരുന്നു. തോരനും മുട്ടത്തോരൻ, ചമ്മന്തി, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് പ്രകൃതി രമണീയമായ കാഴ്ചകൾ. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കേരളത്തിലായിരിക്കും ഇതേപോലെ പച്ചപ്പും കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലും ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ വിചാരിക്കും രാത്രിയൊക്കെ പോകുന്നവർക്കൊന്നും ഇതൊന്നും കാണാനൊന്നും പറ്റത്തില്ല. രാവിലെ പോകുന്നവർക്കൊക്കെ ഇതെല്ലാം കാണാൻ പറ്റത്തുള്ളൂ ഗൈസ്. പിന്നെ എല്ലാവരും ചോറൊക്കെ തന്നു. പിന്നെ അതിന് നമുക്ക് തന്നിട്ട് എല്ലാവർക്കും അമ്മാമ്മയൊക്കെ കഴിച്ചതും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല മര, കുന്ന്, കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ മഞ്ഞ് മൂടിയിരിക്കുന്നതെല്ലാം മഴ പെയ്യുന്നതാണ് ഗൈസ്. മഞ്ഞ്, കാറ്റ്, മഴ എല്ലാമൊക്കെ ഉണ്ടായിരുന്നു ഗൈസിന്ന്. പിന്നെ ഇപ്പം ഞാൻ ഭ്രാന്തി ലുക്കായി ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഉഷാമ്മയുടെ ഓരോ തമാശകൾ. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിതും മറക്കില്ല, എൻ്റെ പാർട്ട് 1 കണ്ടവർക്ക് ഇതിൻ്റെ വേറൊരു വേർഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ പാർട്ട് 2 പുതിയ വേർഷനാണ്. കാരണം അതിലും അമ്മയും മോളുമാണ് ഇത് സംഭവം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കകത്ത് വയൽ, പാടങ്ങളൊക്കെ കണ്ട് പോയി. അങ്ങനെ തിരുനെൽവേലി എത്തി എന്ന് തോന്നുന്നു. തിരുനെൽവേലിയൊക്കെ എത്തിയപ്പോഴാണ് മറ്റേ ബോളി, നമ്മളെ നാട്ടിൽ കിട്ടുന്ന ബോളി അല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അതിൻ്റെക്ക് ബോളി കിട്ടി, അലുവ കിട്ടി. അലുവയൊക്കെ ആണെങ്കിൽ അലുവ കഴിക്കാനാണ് സത്യം പറഞ്ഞാൽ തരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടുന്ന ഒരു ആൻറ്റി കൊച്ചൊക്കെ വന്ന് അവർക്കും പൈസ കൊണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോകാൻ നേരത്ത് ഭയങ്കര തണുപ്പ്. എന്നാലും വിൻഡോ തുറന്ന് വെക്കുന്നത് ബെസ്റ്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളുടെ പണ്ട് ഏതോ സിനിമ ഉണ്ടല്ലോ, ട്രെയിനിലൊക്കെ പോകുന്നുണ്ട്, മര്യാദരാമൻ. ആ ഒരു സിനിമയിൽ കുരങ്ങനെയും കൊണ്ട് ഒരാളിരിക്കുന്ന പോലെ വിസ്മയം തങ്കമ്മ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കുരുപ്പായ ഉണ്ണികൃഷ്ണൻ്റെ പ്രൊഡക്റ്റായ ദക്ഷ എന്ന് പറയുന്ന ഒരു കുരുമ്പ് പെണ്ണാണ് കേസ്, ഒരു ഗേളാണ് കേസ്. കാരണം വന്ന് ശല്യപ്പെടുത്താനല്ലാണ്ട് കിടക്കുന്ന ഒരു വൈറ്റാണ് കേസ് ഇത്. ഇതിനിടയ്ക്ക് ചായ കുടിക്കാൻ സമയമായത് പോലും അറിഞ്ഞില്ല. കാരണം ചായ കാപ്പി എന്ന് പറഞ്ഞ് ആളിൽ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ചായയും കാപ്പിയുടെ സമയം അറിഞ്ഞത്. അങ്ങനെ നല്ല ചായ ആയിരുന്നു കുടിച്ചത്. കാരണം നല്ല ഇഷ്ടപ്പെട്ടു ട്രെയിനിലെ ചായ. അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാത്തതാണ്, പക്ഷെ എന്തോ അവിടുത്തെ ചായ അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ട്രെയിനിൽ നമ്മൾ ഇറങ്ങാനൊക്കെ ആയെന്ന് തോന്നുന്നു. കാരണം പെട്ടെന്ന് ഈ സ്ഥലങ്ങളൊക്കെ എത്താറായി, അടുത്തൊക്കെയാണ്. അതേപോലെ തന്നെ വീടും മങ്കിയും കൂട്ടുകാരും ഒത്തുചേർന്നതായിരിക്കുവാണ്. ദക്ഷയാണെന്ന് തോന്നുന്നു മങ്കി, രശ്മിയാണ് മങ്കീനെ ട്രെയിൻ ചെയ്യുന്ന ആൾ. അങ്ങനെ നമ്മളുടെ സ്ഥലം എത്തി ഗൈസ്, മധുരൈ റെയിൽവേ സ്റ്റേഷൻ എത്തി. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നാണ് എത്തുന്നതെന്ന്. തിരിച്ചു പോകുമ്പോൾ അപ്പോൾ ഗൈസ് ഇതെല്ലാം കഴിഞ്ഞു ഗൈസ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ നമ്മുടെ ഗ്യാങ് ഫുള്ളോടെ ഇറങ്ങി ഗൈസ്. അങ്ങനെ എല്ലാവരെയും കൂടെ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് തങ്കമ്മ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, കുരങ്ങൊക്കെ തരം. അതെല്ലാം കാണിച്ചുകൊണ്ട് വരുവാണ്. പിന്നെ ഇപ്പം എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതെല്ലാം ഞാൻ ഇതിൽ കട്ട് ചെയ്തെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ നാണക്കേടാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എക്സ്പ്രഷനൊക്കെ വാരിക്കൂട്ടി തള്ളുന്നു ഗൈസ്. അത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ചീത്ത വിളിക്കാൻ വരരുത് തങ്കുമ്മ. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അങ്ങനെ ഇറങ്ങിയതും ഗൈസ് മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴയെ കൊണ്ടൊരു നിവർത്തിയില്ല. പിന്നെ നമ്മളെ തമിഴ്നാട്ടിലെ ഓട്ടോ പറയണ്ടല്ലോ, ഒരു 10-13 ആൾക്കാരെ കയറ്റും. പിന്നെ അവരെല്ലാവരും, എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഇവിടെ മീനാക്ഷി അമ്മൻ കോവിലിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ അവിടെ രാത്രിയിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സെറ്റപ്പ് പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നു. പിന്നെ ഇതാണ് ഗൈസ് നമ്മളുടെ ബ്രൈഡ്. സോ ഇവളുടെ കല്യാണത്തിനാണ്, എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ്, ഇത് ചേട്ടൻ്റെ പെണ്ണാണ് ഗൈസ്. രാത്രി അവിടെ ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സംഭവം വന്നതാണ്.
അങ്ങനെ ഇതെല്ലാം പരിപാടിക്ക് വേണ്ടിയിട്ട് സംഭവം ഞാൻ ഈ പ്രാന്തത്തരം കാണിക്കുവാണ് ഗൈസ്. എന്തിനാണ് ഈ കിടന്ന് കാണിക്കണതെന്ന് എനിക്ക് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കുറേ നേരമൊക്കെ ആയപ്പോൾ എൻ്റെ അമ്മയൊക്കെ വന്നു. ഇതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഗൈസ് ഈ മഞ്ഞളും കുങ്കുമൊക്കെ വരുത്തിച്ച് ചെറുങ്ങനെ കള്ള ചിരി കണ്ടോ ഗൈസ്. കല്യാണമായിട്ട് അവൻ്റെ ചിരി അതൊക്കെ പോട്ടെ. അങ്ങനെ നമ്മൾ ആ മഞ്ഞ കല്യാണം കണ്ടിട്ടില്ല, തമിഴ്നാട്ടിലെ ഈ ഒരു ആചാരങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഗൈസ്. ഇതാണ് എൻ്റെ ചേട്ടൻ്റെ വേറൊരു പെണ്ണല്ല അവൻ്റെ പെണ്ണ്, സോറി, കുടുംബകലകം ഉണ്ടാക്കി ഗൈസ്. ഞാൻ ഇതിനിടയിൽ എന്തോ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കാണിക്കുന്നു, എന്തോ ബിസ്ക്കറ്റൊക്കെ പിടിച്ച് തലേന്ന് ഉരുങ്ങി പറക്കിയൊക്കെ ഇടുന്നുണ്ട്. സോ ഞാനിത് അപ്പോഴാണ് കാണുന്നത് ഗൈസ് ആദ്യമായിട്ട്. ഇതിൻ്റെ ഇടയിൽ എന്നെ കുണ്ടണി ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഗൈസ് ഇത്. കാരണം ഞാൻ ചെല്ലുമ്പോൾ കരയുന്ന ഒരേ ഒരു ഐറ്റം. അത് പോട്ടെ. കേസിൻ്റെ ഇടയ്ക്ക് തന്നെ ചെറുക്കൻ്റെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എക്സ്പ്രഷൻ കണ്ട ഗൈസ്, അയ്യോ അതിൻ്റെ മുഖമൊക്കെ പോകുന്ന അതിനത് ഈ ജിക്കി ചെറുക്ക എൻ്റെ തലയിലിട്ട് കുത്തി കൊടുത്ത് ചെയ്യുവാണ് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും ഞാനും ചേച്ചിയും ചേട്ടനൊക്കെ ആയിട്ട് ഗെയിം കളിക്കുകയാണ് ഗേസ്. എന്തോ കളിക്കുമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. മോർണിംഗിൽ ഞാൻ എണീറ്റു ഗൈസ്. ഇത് ഇച്ചിരി മെഹന്തി ഇട്ടു. സോ ഇവിടെ മഴ ഇതുവരെ നിന്നിട്ടില്ല. സോ ക്ലൈമറ്റ് എല്ലാം സൂപ്പറായിട്ട് ഞാൻ മേളിൽ പോയിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. നല്ല ക്ലൈമറ്റ്. ഇപ്പം മേളിൽ പോയി ഇപ്പോൾ കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, നമ്മളെ ചേട്ടൻ യൂട്യൂബിലിടും കണ്ടോ. ഇപ്പോഴാണ് കറുത്ത് തമിഴത്തെ കണക്കിരിക്കുന്നത്. അയ്യോ, ഇവിടുത്തെ വെള്ളത്തിന് ഒരിതാണ് അല്ലേടാ, മുഖമൊക്കെ ഒരുമാതിരി മുഖമൊക്കെ കറുത്തിരിക്കണം. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഫുള്ളും കാണിക്കാം. കറക്റ്റ് ഞാൻ തമിഴത്തെ കണക്ക് ഇരിക്കുന്നില്ലേ ഗൈസ്, ബട്ട് നോട്ടേ തമിഴത്തെ. നല്ല രസമുണ്ട് മേഘമൊക്കെ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ കല്യാണത്തിന് ഇറങ്ങുവാണ് ഗൈസ്. ഇതാണ് ഞാൻ ഉണ്ടാക്കി, ഞാനാണ് ഈ ബ്രൈഡിനെ ഒരുക്കിയത് കേട്ടോ. സോ കാണിച്ചു തരാം കേട്ടോ. இல்லை இங்கே கொண்டு வருவாங்கடா, கேமராக்காரங்க இங்கே வராங்கடா, அப்போ எடுத்துக்கடா. ഗൈസ് ഇതാണ് എൻ്റെ ബ്രൈഡ് ഗൈസ്. ഞാൻ ഉണ്ടാക്കി அசிஸ்டன்ட் பிரைட். நீ விளம்பரத்துக்கு தான் வச்சிருக்கீங்க, அது சரி. ஓகே ஓகே. போகாட்டு பண்ணு எங்க அரம்பரா ரோட இங்க കിട്ടിയാ ലണ്ടൻ നിന്റെ പെണ്ണാണോ? എല്ലാവരും കുറച്ച് കൊടു. അയ്യോ, ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കല്യാണം കണ്ടു ഗൈസ്. അതെല്ലാം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് അതിൻ്റേതായ കാര്യം കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള പട്ടികളെ ഷോ കാണാണ്ടായിരിക്കേണ്ടതായിരിക്കും ഏറ്റവും നല്ലത്. പറഞ്ഞവർക്ക് മനസ്സിലാവും. എന്നെ കണ്ട ഇപ്പൊ കറച്ച് തമ്മിലെത്തിയാണെങ്കിരിക്കുന്നു. പിന്നെ എനിക്കിഷ്ടല്ല മാത്രം മട്ടും ബാക്കി ആരും എനിക്കിഷ്ടമല്ല. ഈ നെല്ലിക്കര പേരെന്താ?
നീ ആ വീഡിയോ കണ്ടായിരുന്ന നിന്റെ ശബ്ദം കേൾക്കണ ഞാൻ യൂട്യൂബിലെടുത്തിട്ട് കായൽ കായൽ പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ ചെന്നാലും ഒരു ഇതാണല്ലോ. സോ എനിക്ക് സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വിശന്ന പട്ടി പുല്ലും തിന്നുന്നതാണല്ലോ. ആദ്യം അവരുടെ ഒരു ഡെസേർട്ടായ ഒരു മറ്റേ എന്താ കേസരി പോലെ ഇരിക്കുന്ന ഒരു സംഭവം, അതിൻ്റെ മറ്റേ എൻ്റെ പേരെന്താ മുട്ടക്കോസ് തോരൻ, അതിന്ന് പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ കറികളൊക്കെ ഇങ്ങനെ വരുമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട മറ്റേ ഈ ചിക്കൻ അല്ല കേട്ടോ, അത് വെജാണ്, മറ്റേ കോളിഫ്ലവർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ടുള്ള ചോറ് വന്നു. കാരണം ചോറെന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ചോറല്ല. എനിക്കിപ്പോൾ ആവശ്യം ഈ ഒരു സംഭവവും ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സാമ്പാറും പിന്നെ ഇതും ഒക്കെ ആയിട്ട് കഴിച്ചപ്പം സോ സ്വീറ്റ് ആൻഡ് സോ സ്പൈസി ആൻഡ് സോ ക്യൂട്ട് എന്നൊക്കെ പറയാം. കൊള്ളാം, എന്നാലും കൊള്ളാം, ഫുഡ് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. കാരണം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നുണ കേൾക്കാതിരിക്കുന്ന പ്രഗൽ ചേട്ടൻ. അപ്പോൾ ഹലോ, ഇന്ന് എൻ്റെ പുതിയ ഔട്ട്ഫിറ്റാണ് ഗൈസ്. പഴയതാ എന്നാലും പുതിയ എന്താ ഗൈസ് ബാക്കിൽ എന്താടാ നല്ല രസമുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലെ ഓട്ടയ്ക്ക് ഒരു പ്രത്യേകമുണ്ട്, ഇത്ര ആൾക്കാർ ഒരുമിച്ച് കുത്തിക്കയറാൻ നമുക്ക് അവിടെ ഇരിക്കാം ഗൈസ്. കാരണം ശ്വാസം കിട്ടില്ലെന്നേ ഉള്ളൂ. ചിലർ ചത്തില്ലെങ്കിൽ ചത്തില്ല, അതുപോലെ ഇരിക്കും ഗൈസ്. അങ്ങനെ ഞാൻ ചത്തില്ല കേട്ടോ, ഞാൻ ജീവനോട്ടുണ്ട് ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ വെളിയിൽ അമ്പലത്തിൽ ചന്ദനമായിരുന്നു, അതാണ് ഇവിടെ വെച്ചത്. നമ്മളെന്നെ പോകും സ്ഥലം എവിടെയാണ് കൊണ്ടുപോയി. നമ്മളിവിടെ സ്ട്രീറ്റിലാണ് ഫുഡ് കഴിക്കാൻ വന്നേക്കണം. സോ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളുടെ മധുര റെയിൽവേ സ്റ്റേഷനിൻ്റെ അടുത്തുള്ള, ഞാൻ ഇത് കഴിച്ചിട്ട് ഇവിടത്തുള്ള ഫുഡ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇവർ ബിരിയാണിയാണ് പറഞ്ഞത്, ഞാനാണെങ്കിൽ കൊത്തു പറയേണ്ടതാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇപ്പോൾ വിശന്ന് കലങ്ങിയെന്ന് വെച്ചാൽ ഇത്രയും നടന്നു വരുമ്പോൾ വിശന്ന് കലങ്ങത്തില്ലേ. അപ്പോൾ വിശന്ന് കലങ്ങി വരുന്ന എനിക്ക് ഞാൻ അവിടുത്തെ പാത്രത്തിൽ നിന്ന് വരച്ച് പെറുക്കി കഴിച്ചു. അങ്ങനെ ഗൈസ് നിങ്ങൾ വിചാരിക്കും ഇവളൊരു ആഹാരം കണ്ടിട്ടില്ലേ, ഇത് കണ്ടിട്ടില്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അല്ല ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ വിശന്ന് വലഞ്ഞ് തിരിഞ്ഞ് ഇവിടെ വന്ന് കറങ്ങി തിരിഞ്ഞു. അങ്ങനെയാണ് കഴിക്കാൻ കയറി. ഒരു കടയിൽ കയറി, സംഭവം കൊള്ളാം, പക്ഷേ എനിക്ക് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു വിശന്ന് വലഞ്ഞ് കിടന്നുകൊണ്ടായിരിക്കാം സംഭവം നല്ല ടേസ്റ്റായിട്ട് തോന്നിയത് ഗൈസ്. അങ്ങനെ ഞാൻ വലിച്ച് കഴിക്കുവാണ് ഗൈസ്. പിന്നെ എൻ്റെ കൊത്തു പെറോട്ട വന്നു. കാരണം നമ്മളെ കേരളത്തിലെ കൊത്തു പെറോട്ടയല്ല, ആരും ഒന്നും പറയരുത് വന്നിട്ട്. അങ്ങനെ ഞാൻ സംഭവം കഴിക്കുവാണ്, എനിക്കിഷ്ടപ്പെട്ടു, നല്ല മസാല ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉഷമ്മ കഴിക്കുവാണ്, ഉഷമ്മക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞിരുന്ന് കഴിക്കുവാണ്. സോ എൻ്റെ വയറ് വീർത്ത് ഡമ്മനിയായി ചാവാറായി ഗൈസ്. ഞാൻ പിന്നെ ഗൈസ് 2 കുരങ്ങന്മാരെ പോലെ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കി നിന്ന് പിന്നെ എനിക്ക് കുറച്ച് പ്രിയപ്പെട്ട ഒരാളെയും കണ്ടിട്ട് തട്ടി ബൈ പറഞ്ഞ് നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറി, ഫുഡൊക്കെ കഴിച്ചു, കയറി. പിന്നെ കുരങ്ങായിട്ടിരിക്കുന്ന ദക്ഷിയും കുരങ്ങായിട്ടിരിക്കുന്ന ഞാനും പിന്നെ ബാക്കിൽ ആരോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗൈസ്, അതൊന്നും മൈൻഡ് വയ്ക്കണ്ട.
സോ ഗൈസ് അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ കാണാം. ബായ്. ഇതിൽ ബാക്ക് അടിക്കാൻ വരട്ടെ. നിങ്ങൾ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ കേട്ടോ, അല്ലെങ്കിൽ നോക്കിക്കോ നിങ്ങളൊക്കെ കണ്ണ് പൊട്ടിപ്പോവും. ബൈ.